ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി കമ്പനിയിലെത്തിയ ശേഷം ജയന്തിയും സൗസവും ചെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പാർവതി അവരോട് അധികം സംസാരിക്കാതെ മൈൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജയന്തിയും സൗസവും ചോദിക്കുകയാണ്, എന്താ പാർവതി, നിനക്കെന്താ ഞങ്ങളോട് ഇത്രയ്ക്ക് ദേഷ്യം? നീ എന്താ ഫോൺ എടുക്കാത്തത്? നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നീ നല്ലതുപോലെ നിൻ്റെ ശരീരം ശ്രദ്ധിക്കണം, നിൻ്റെ അമ്മയും അച്ഛനും നിൻ്റെ കൂടെ ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ജയന്തി ഉപദേശങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോഴൊക്കെ പാർവതി സങ്കടത്തോടു കൂടി പറയാണ്, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കിപ്പോൾ ആരുമില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് വിഷമത്തിൽ പറയുമ്പോൾ ജയന്തിയും സൗസവും പറയണേ, നീ എന്താ പാർവതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ നിന്നോടൊപ്പം തന്നെയുണ്ട്, നീ എന്താ ഞങ്ങളെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, നിങ്ങൾക്ക് അയാൾ പറയുന്നതല്ലേ കൂടുതൽ വിശ്വാസം, ആ പ്രിയനോടല്ലേ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസവും ആത്മാർത്ഥതയും. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുന്നില്ലല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോൾ സൗസവ് പറയണേ, അതുതന്നെയാണ് ഞങ്ങളുടെയും വിഷമം. ഇത്രയും നല്ല മനസ്സുള്ള പ്രിയനെ നീ മനസ്സിലാക്കുന്നില്ലല്ലോ, നീ വെറുതെ പ്രിയനെ തെറ്റിദ്ധരിക്കുന്നല്ലോ, അതിനുള്ള വിഷമം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, കണ്ടോ നിങ്ങൾ വീണ്ടും ഇപ്പോഴും അയാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ജയന്തി പറയണേ, ഇല്ല, ഞങ്ങൾ ഇനി ഒരിക്കലും പ്രിയനെക്കുറിച്ച് നിന്നോട് സംസാരിക്കില്ല, പ്രിയന് വേണ്ടി നിന്നോട് ഞങ്ങൾ ഒന്നും പറയുകയുമില്ല, നീയും പ്രിയനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തോ, ഞങ്ങൾ ഇനി അതിലിടാൻ പോകുന്നില്ല, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് സംസാരിച്ച് തീർത്താൽ മതി, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നത് പ്രിയനും തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇതിനെക്കുറിച്ച് നിന്നോട് പറയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ അവിടേക്ക് വരുന്നത്. എന്നിട്ട് രേവതി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയട്ടെ, അടുത്ത മാസം രേവതിയുടെ വിവാഹമാണെന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് അതെയോ എന്ന് സന്തോഷത്തിൽ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ എനിക്ക് രേവതിയെ ഒരുപാട് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ വലുതായിട്ടൊന്നും സഹായിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, പക്ഷേ ഞാൻ നേരത്തെ കൂടി നിൻ്റെ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്നൊക്കെ രേവതിയോട് പറയണേ. ഒരു കല്യാണം നടത്തുക എന്നുള്ളതിൻ്റെ സന്തോഷം എനിക്കറിയാം, എൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം അധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ, അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തരും രേവതി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും ഓരോ ജോലിക്ക് ഇരിക്കുന്നത്. എന്നിട്ട് പാർവതി എല്ലാവർക്കുമുള്ള ചായ കൊടുക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുന്ന സമയത്താണ് അവിടേക്ക് അരവിന്ദൻ ചെല്ലുന്നത്. അപ്പോൾ പാർവതി തനിച്ചാണെന്ന് മനസ്സിലാക്കുന്ന അരവിന്ദൻ ചോദിച്ചറിയാൻ ചെല്ലുകയാണ് പാർവതിയോട്, അല്ല പ്രിയൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ സമ്മതിക്കുന്നില്ലല്ലോ പാർവതി, എന്തുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആളെ കുറിച്ച് പ്രിയൻ പറയുമ്പോൾ നീ എന്താ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് സാർ ഞാൻ അങ്ങനെ പറയുന്നത്, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ ഞാൻ അറിയാതിരിക്കുമോ? എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അരവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ അവൻ എന്നെ വെറുതെ പറ്റിച്ചതാണ്, അവൻ പാർവതിയെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അവൻ അവിടെ വന്ന് ആ ആഘോഷത്തിൽ പങ്കെടുത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയതാണ്, എന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വെറുതെ പറഞ്ഞത് പാർവതിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ, അവനത് പച്ചക്കള്ളമാണ് പറയുന്നത്. എന്തായാലും അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം അവനെയും പേടിക്കേണ്ടതില്ല, പാർവതിയെയും പേടിക്കേണ്ടതില്ല എന്നൊക്കെ മനസ്സിൽ അരവിന്ദൻ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരവിന്ദൻ പറയണ, പാർവതി നിനക്ക് സുഖമില്ലാതായി എന്നുള്ളത് ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു, നീ നല്ലതുപോലെ നിൻ്റെ ശരീരമൊക്കെ ശ്രദ്ധിക്കണം, എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പാർവതി പറയണേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിനുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ. അങ്ങനെ അരവിന്ദൻ നല്ലതുപോലെ നല്ല സ്നേഹത്തിൽ സംസാരിക്കുകയാണ്. എന്നാൽ പാർവതി ഇനി നല്ലതുപോലെ നോക്കണം, നിൻ്റെ ശരീരം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അരവിന്ദൻ നല്ലവനായി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കൈലാഷ് ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ, പാർവതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് മുക്ത വരുന്നത്. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൻ പാർവതിയെക്കുറിച്ചാവും ചിന്തിക്കുന്നുണ്ടാവുക, എന്തായാലും ഗന്ധർവൻ ആരാണെന്നുള്ളത് എനിക്ക് അറിയണം, ഇത് കൈലാഷാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞേ മതിയാവൂ എന്നൊക്കെ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കൈലാഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കൈലാഷ് അങ്ങ് ഞെട്ടുകയാണ്. എന്താ മുക്ത എന്ന് ചോദിക്കുകയാണ്, എന്തായി നമ്മുടെ ഡിസൈനിൻ്റെ കാര്യങ്ങൾ എന്തായി? എത്രയും പെട്ടെന്ന് എനിക്ക് അച്ഛൻ തന്ന ടാർഗറ്റ് എത്തിക്കണം, എന്നിട്ട് വേണം എൻ്റെ മനസ്സിലെ ആഗ്രഹം എനിക്ക് അച്ഛൻ്റെ മുന്നിൽ തുറന്നു പറയാൻ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ മുക്ത പറയാണ്, ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒരു ഡിസൈൻ കിട്ടിയത് അത് അത്രയ്ക്ക് അങ്ങ് പോരാ, ഇനിയിപ്പോൾ നല്ലൊരു ഡിസൈനും കൂടിയാണ് ഞാൻ നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ടാർഗറ്റ് എത്തിക്കാനുള്ള ശ്രമത്തിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് മുക്ത കൈലാഷിൻ്റെ മുന്നിൽ നല്ലവളായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മുക്തയുടെ മനസ്സിൽ ഒരിക്കലും നീ ടാർഗറ്റ് എത്തിക്കുകയുമില്ല, നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് പാർവതിയാണെന്നുള്ളത് നിൻ്റെ അച്ഛനോട് പറയാനും പോകുന്നില്ല, അതിനാണ് പാർവതിയെ ഇവിടെ നിന്ന് കെട്ടിച്ച ശേഷം അവളെ നീ വെറുത്തു കഴിഞ്ഞ ശേഷമാണ് നിനക്ക് ടാർഗറ്റ് എത്തുക, അത് കഴിഞ്ഞിട്ട് നീ എന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് നിൻ്റെ അച്ഛനോട് പറയുകയുള്ളൂ എന്നൊക്കെയാണ് മനസ്സിൽ മുക്ത
കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ മുക്ത അഭിനയിച്ചുകൊണ്ട് പറയാണ്, കൈലാഷ് എനിക്ക് എന്താണെന്നറിയില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം വല്ലാത്തൊരു മേലും കൈയും വേദനയാണ്. നിൻ്റെ പരിചയം നല്ല ഒരു ഒഴിച്ചിൽ സെൻറ്ററോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറോ ഉണ്ടോ, എനിക്കൊന്ന് പോയി കാണാനാണെന്ന് പറയുമ്പോൾ അതിനെന്താ, നീ ഒന്ന് ആയുർവേദം പിടിച്ചു നോക്ക് എന്ന് പറയട്ടെ, എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്, നീ അതൊന്ന് തേച്ചു നോക്ക് എന്ന് പറഞ്ഞ് പാർവതി കൈലാഷിന് കൊടുത്തിട്ടുള്ള ആ ഓയിൽ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് മുക്ത അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇത് പാർവതിക്ക് ഗന്ധർവൻ എന്ന് പറഞ്ഞ് ഒരാൾ കൊടുത്തുവിട്ട തൈലമാണല്ലോ, അതെങ്ങനെ കൈലാഷിൻ്റെ കയ്യിൽ കിട്ടിയത്? അപ്പോൾ കൈലാഷ് തന്നെയാണോ ഗന്ധർവൻ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കേണ്ടോ. അപ്പോൾ മുക്ത ചോദിക്കുകയാണ്, അല്ല കൈലാഷ്, എവിടുന്നാണ് ഈ ഒരു മരുന്ന്, ഈ ഒരു തൈലം എവിടുന്നാണ് എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പുഞ്ചിരിയോട് കൂടി പറയാണ്, അത് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ കൊണ്ടു തന്നതാണെന്ന് പറയട്ടോ. എന്നിട്ട് കൈലാഷിന് എങ്ങനെയാണ് ആ തൈലം കിട്ടിയത് എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പാർവതി കൈലാഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടാവും. അപ്പോൾ കൈലാഷ് പാർവതിയോട് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് വല്ലാത്തൊരു മേലും കൈയും വേദന ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷമുണ്ട് എന്ന് പറഞ്ഞത് ഓർത്തുകൊണ്ട് കൈലാഷിന് തൈലവുമായിട്ട് പാർവതി അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പാർവതി പറയാണ്, ദാ ഈ ഒരു തൈലം തേച്ച് കഴിഞ്ഞാൽ സാറിന് എല്ലാ വേദനയും സാറിന് പമ്പ കിടക്കും, ഇതൊന്ന് തേച്ച് നോക്കിയാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷിൻ്റെ കയ്യിൽ പാർവതി തന്നെയാണ് ആ തൈലം ഇട്ട് കൊടുക്കുന്നത്. പാർവതിയോട് കൈലാഷ് പറയണേ, എൻ്റെ ഈ കയ്യിലാണ് വല്ലാത്തൊരു വേദന എന്ന് പറയുമ്പോൾ പാർവതി ആ തൈലം എടുത്ത് കൈലാഷിൻ്റെ കയ്യിലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൈലാഷ് നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ്, പാർവതി കൈലാഷിൻ്റെ കയ്യിൽ തൈലം ഇട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൈലാഷ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ കൈലാഷിനോട് പാർവതി ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, വേദനയ്ക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് പെട്ടെന്ന് ആ വേദനയ്ക്ക് കുറവുണ്ട്, ഇത് നിനക്ക് ആരാണ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഒരു പുഞ്ചിരിയോട് കൂടി നാണത്തോടു കൂടി പറയാണ്, അത് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒരു ഡയലോഗ് തന്നെയാണ് മുക്തയോട് കൈലാഷ് പറയുന്നത്, എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്നതാണ് എന്ന് കൈലാഷ് മുക്തയോട് പറയട്ടോ. അപ്പോൾ മുക്തയുടെ മനസ്സിൽ സംശയം വരികയാണ്, ഇത് ഗന്ധർവൻ എന്ന പേരിൽ കൈലാഷ് തന്നെയാണോ പാർവതിക്ക് ഈ മരുന്ന് കൊടുത്തത് എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ കൈലാഷ് പാർവതി കൊടുത്ത ആ ഒരു തൈലം മുക്തയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്കിതൊന്നും വേണ്ട, ഇതൊന്നും എനിക്ക് സെറ്റാവില്ല, ഞാൻ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോളാം, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈലാഷിൻ്റെ റൂമിൽ നിന്ന് മുക്ത പോകുന്നത്. എന്നിട്ട് മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗന്ധർവൻ കൈലാഷ് ആണോ എന്നുള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, പാർവതിയുടെ കയ്യിലുള്ള അതേ തൈലം തന്നെയാണ് കൈലാഷിൻ്റെ കയ്യിലുമുള്ളത്, അപ്പോൾ എത്രയും പെട്ടെന്ന് കൈലാഷും ഗന്ധർവനും ഒന്നാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്നൊക്കെ മുക്ത മനസ്സിൽ ചിന്തിക്കണം. ഈ സമയം കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഒന്നുകൂടിയിട്ട് പറയുകയാണ്, ഇന്ന് കരുണാകരം വരുന്നില്ല എന്ന് സൗസോ പറയട്ടെ. എല്ലാവർക്കും മുന്നിൽ സൗസോ പറയും, എല്ലാവരും അങ്ങ് സന്തോഷിക്കുകയാണ്. അല്ല സൗസോ, അന്ന് പറഞ്ഞതുപോലെയാണോ, ഇനി കരുണാകരൻ എങ്ങാനും പെട്ടെന്ന് കയറി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കരുണാകരൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് കരുണാകരൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് കരുണാകരൻ ലീവാണെന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ രഘു മറിഞ്ഞിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ രഘു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കരുണാകരൻ സാർ ഇങ്ങ് വരട്ടെ, ഇവരുടെ ഈ ആഘോഷവും സന്തോഷമൊക്കെ ഞാൻ പൊളിച്ചടുക്കി തരാം എന്നൊക്കെയാണ് രഘു മനസ്സിൽ ചിന്തിച്ച് വിൽക്കുന്നത്. എല്ലാവർക്കും മുന്നിൽ ഉഷ ചേച്ചി എന്ന് പറഞ്ഞ സ്ത്രീ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ്, ഞാനൊരു ചിട്ടി വെക്കുന്നുണ്ട്, ആ ചിട്ടിയിൽ മാസം 2000 രൂപ എല്ലാവരും നിക്ഷേപിച്ചാൽ എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ ഒരു 20 ആളെയാണ് ഞാനിതിൽ ചേർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും 2000 രൂപ വെച്ച് മാസം തന്നാൽ നറുക്കിട്ട് കിടക്കുന്ന ആളുടെ പേരിൽ അവർക്ക് 40,000 രൂപയാണ് കിട്ടുക. അത് നമുക്ക് ഈ ജോലി ചെയ്ത് കിട്ടുന്ന ഈ ശമ്പളം കൊണ്ട് നമുക്ക് മിച്ചമായിട്ട് ഒന്നും വരാറില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ കിട്ടുന്ന ഈ ഒരു വരുമാനം കൊണ്ട് നമുക്ക് പലവിധ കാര്യങ്ങളും ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കും ഈ ഒരു തുക നീക്കി വെക്കുകയും ചെയ്യാം എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉഷ ചേച്ചിയുടെ ഈ ഒരു ഐഡിയ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൽ കൂടാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും ഉഷ ചേച്ചിക്ക് പേര് കൊടുക്കേണ്ട. അപ്പോൾ പാർവതിയും പ്രിയനും മോഹനും ജയന്തിയും സൗസും അങ്ങനെ എല്ലാവരും ഉഷയുടെ അടുത്ത് പേര് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അതിൽ അംഗമാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ഒരുപാട് പ്രയാസമുണ്ട്, എന്നെ വിവാഹം നടത്തി തരുന്നതിന് എൻ്റെ അച്ഛന് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഈ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ചെറിയൊരു ആശ്വാസമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രേവതിയും അതിൽ പേര് കൊടുക്കുന്നത്. അങ്ങനെയാണ് രഘു രേവതിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അറിയുന്നത് കേട്ടോ. അതോടുകൂടി രഘു മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് ശരി, രേവതിയുടെ കല്യാണമാണല്ലേ, എങ്കിൽ അവളെ തന്നെ ആദ്യം കരുവാക്കാം എന്ന് രഘു മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ സാർ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാം കരുണാകരനോട് പറഞ്ഞു കഴിഞ്ഞ് ഇവർക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കാം എന്നൊക്കെയാണ് രഘു മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ രേവതിയെ കരുവാക്കി രഘു ഓരോരുത്തരെയായി കീഴടക്കാം എന്നാണ് കേട്ടോ രഘു മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ രഘുവിൻ്റെ കള്ളത്തരം ഇനി രേവതി മുഖാന്തരമാണ് എല്ലാവരും അറിയാൻ പോകുന്നത്. അതോടുകൂടി പ്രിയൻ നിരപരാധിയാണെന്നുള്ള സത്യം പാർവതി അറിയാൻ പോവുകയാണ്. പ്രിയൻ പാവമാണെന്നുള്ള സത്യം പാർവതി അറിയുകയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡ്, കിടിലൻ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്.
അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.